ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അനാമിക, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേഡെക് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ആലിംഗനം ISRO വിജയകരമായി പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടിയുടെ വികസനം നടപ്പിലാക്കി മന്ത്രി ബിന്ദു. വയനാട് ഉരുൾപൊട്ടൽ പുതുനയം. കരാറിന് അന്തിമ അനുമതി നൽകൽ ഇസ്രയേൽ വിസമ്മതിച്ചു. ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് ഇന്ത്യൻ വംശജനായ US താരം. പുതുച്ചേരിയിൽ 5 വയസ്സുകാരിക്ക് HMPV. നാടകം കളിക്കരുതെന്നും കോടതി. അനന്തപുരി ലോക പുസ്തക തലസ്ഥാനമാക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജായി നിയമിച്ചു. സുപ്രീം കോടതി കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെ രാഷ്ട്രപതി ഉത്തരവിൽ ഉറപ്പുവച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനെ പരമോന്നത നീതിപീഠത്തിലേക്ക് ശുപാർശ ചെയ്തത്. 2011 നവംബറിൽ കേരള ഹൈക്കോടതി ജഡ്ജായി നിയമിക്കപ്പെട്ട ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ 2023 മാർച്ചിലാണ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂർ സ്വദേശിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേഡെക് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ആലിംഗനം ISRO വിജയകരമായി പൂർത്തിയാക്കി. PSLV-C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30 ഭൂമിയിൽ നിന്ന് 425 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തതോടെയാണിത്. 220 കിലോഗ്രാം ഭാരമുള്ള ചേസർ ഉപഗ്രഹത്തിൻ്റെ അതിഭാരമുള്ള ടാഗർ ഉപഗ്രഹമാണ് സംയോജിപ്പിച്ചത്. സ്വയം ബഹിരാകാശ നിലയമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടിയുടെ വികസനം നടപ്പിലാക്കി മന്ത്രി ബിന്ദു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടി രൂപയാണ് വികസനമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്ന് മന്ത്രി ബിന്ദു. അൻവർ സാദത്ത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആലുവ ഗവൺമെന്റ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1.70 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ പുതുനയം. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സർക്കാർ. അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സംസ്ഥാന സർക്കാർ. ഇവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചു. ഇതിനായി സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും സമിതികൾ ഉണ്ടാകും. സംസ്ഥാനതല സമിതി വിശദമായ പരിശോധന നടത്തിയ ശേഷമാകും കാണാതായവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുക. പ്രാദേശിക സമിതി പട്ടിക തയ്യാറാക്കി സംസ്ഥാനതല സമിതി വിശദമായ പരിശോധന നടത്തിയ ശേഷമാകും കാണാതായവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുക. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ, തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്ന സംസ്ഥാന സമിതി ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാരിന് കൈമാറും. ഞായറാഴ്ച മുതൽ ഗാസയിലെ വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനത്തിനും ധാരണയെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും കരാറിന് അന്തിമ അനുമതി നൽകൽ ഇസ്രയേൽ വിസമ്മതിച്ചു. ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടർന്നു. അവസാന നിമിഷം പ്രതിസന്ധി ഉണ്ടെന്നും കരാറിലെ ചില ഭാഗങ്ങളിൽ ഹമാസ് വാക്കു പാലിക്കുന്നില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് വഴങ്ങാത്ത വാർ ക്യാബിനറ്റ് ചേർന്നു കരാറിന് അന്തിമ അംഗീകാരം നൽകിയില്ലെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ US-ലെ നേതൃത്വത്തിൽ തീവ്രശ്രമം തുടങ്ങി. US പ്രസിഡന്റ് ജോ ബൈഡനും മധ്യസ്ഥരായ ഖാദറും IG-10 ചേർന്ന് ബുധനാഴ്ചയാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് ഇന്ത്യൻ വംശജനായ US താരം.
ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആരാധകരെയെല്ലാം ഉറ്റുനോക്കിയത് ഇന്ത്യൻ വംശജനായ ഇന്ത്യൻ താരത്തെ. പുരുഷ സിംഗിൾസിൽ ഒന്നാം റൗണ്ടിൽ നൊവാക് ജോക്കോവിച്ചിനെ വിറപ്പിച്ച് ഇന്ത്യൻ വംശജൻ നിഷേഷ് ബസവറഡിക്കൊപ്പം. സെർബിയൻ ഇതിഹാസത്തിനെതിരെ ആദ്യ സെറ്റ് സ്വന്തമാക്കിയ 19-കാരൻ നിഷേഷ് വലിയൊരു അട്ടിമറിയുടെ സൂചന ഉയർത്തി. പിന്നീടുള്ള 3 സെറ്റുകളിലും പതിവ് ഫോമിലായിരുന്ന ജോക്കോ ആ പ്രതീക്ഷ ഇല്ലാതാക്കിയെങ്കിലും റോഡ് ലേവർ അരീനയിൽ നിന്നും നിറചിരിയോടെയായിരുന്നു നിഷേഷിൻ്റെ മടക്കം. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് നിഷേഷിൻ്റെ മാതാപിതാക്കൾ. നിലവിൽ ലോക റാങ്കിങ്ങിൽ 107-ാം സ്ഥാനത്തുള്ള നിഷേഷ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ എത്തിയത്. പുതുച്ചേരിയിൽ 5 വയസ്സുകാരിക്ക് HMPV. പുതുച്ചേരിയിൽ 5 വയസ്സുകാരിക്ക് HMPV സ്ഥിരീകരിച്ചു. പനിയെ തുടർന്ന് ജിപ്മർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പെൺകുട്ടിയുടെ ചികിത്സ തുടരുന്നു. ശൈത്യകാലത്ത് സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ള പകർച്ചവ്യാധിയാണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ആണെന്ന് ലോകാരോഗ്യ സംഘടന വിശദീകരിക്കുന്നു. ഭൂരിഭാഗം പേരിലും ജലദോഷം പോലെ നേരിയ അണുബാധ മാത്രമാണ് ഉണ്ടാകുകയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. നാടകം കളിക്കരുതെന്നും കോടതി. നടി ഹണിറോസിനെതിരെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നൽകിയിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാതെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ജാമ്യം നൽകി ഉത്തരവിട്ട ശേഷവും നാടകീയ രംഗങ്ങൾ അരങ്ങേറിയതാണ് കോടതിക്ക് അസംതൃപ്തമായത്. ജാമ്യത്തുക കെട്ടിവയ്ക്കാനില്ലാത്ത റിമാൻഡ് തടവുകാർക്ക് സഹായം എത്തിക്കാനാണ് ബോബി ജയിലിൽ തുടരുന്നതെന്നായിരുന്നു വാർത്തകൾ. കോടതി ചേർന്നപ്പോൾ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പോടെ സ്വമേധയാ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഈ രീതിയിൽ വാ തുറക്കരുതെന്നും ബോബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും നാക്കുപിഴയാണെന്നും നിരുപാധികം ക്ഷമ ചോദിക്കുമെന്നും അഭിഭാഷകൻ അറിയിച്ചതോടെയായിരുന്നു കോടതി വഴങ്ങിയത്. അനന്തപുരി ലോക പുസ്തക തലസ്ഥാനമാക്കും. വാക്കു നൽകി തൽക്കാലം വിട. തിരുവനന്തപുരം ലോക പുസ്തക തലസ്ഥാനമാക്കാനുള്ള തയ്യാറെടുപ്പുകളോടെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം എഡിഷൻ സമാപ്തി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഈ ആശയത്തോടെ കേരളം ഒന്നടങ്കം യോജിച്ചു. ഇതിന് പിന്നാലെ സ്പീക്കർ NM ഷംസീർ യുനെസ്കോയുമായി ഇടപെടലുകൾ നടത്താനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. ഈ മാസം 7-നാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായത്. ഇന്നലെ അവസാനിച്ച പുസ്തകോത്സവത്തിൽ 3 ലക്ഷത്തോളം പേർ ഭാഗമായി. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള പുസ്തക പ്രേമികൾ നിയമസഭയുടെ മേളയിൽ എത്തി. വായനയാണ് ലഹരി എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. നിയമസഭയ്ക്ക് മുന്നിലെ സ്റ്റുഡൻസ് കോർണർ ഈ മേളയുടെ പ്രധാന ഹൈലൈറ്റായി. 250 സ്റ്റാളുകളിലായി 166 പ്രധാനങ്ങളാണ് പുസ്തകങ്ങൾ എത്തിച്ചത്. ഒരാഴ്ച നീണ്ടുനിന്ന മേളയിൽ 313 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിനോടൊപ്പം 56 പുസ്തകങ്ങളുടെ ചർച്ചകളും നടന്നു. ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരം സാഹിത്യകാരൻ M മുകുന്ദനാണ് സമ്മാനിച്ചത്. മേളയോടൊപ്പം വിവിധ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയത് കാണികളെ ഉത്സാഹകരമാക്കി. രാജ്യത്തിന് ഒരു നിയമസഭയും മുൻകൈയെടുക്കാത്ത മേളയായിരുന്നു ഇത്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ മേളയുടെ ഭാഗമായതിൽ ഏറെ കൗതുകമായി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേഡെക് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ആലിംഗനം ISRO വിജയകരമായി പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടിയുടെ വികസനം നടപ്പിലാക്കി മന്ത്രി ബിന്ദു. വയനാട് ഉരുൾപൊട്ടൽ പൊതുനയം. കരാറിന് അന്തിമ അനുമതി നൽകൽ ഇസ്രയേൽ വിസമ്മതിച്ചു. ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് ഇന്ത്യൻ വംശജനായ US താരം. പുതുച്ചേരിയിൽ 5 വയസ്സുകാരിക്ക് HMPV. നാടകം കളിക്കരുതെന്നും കോടതി. അനന്തപുരി ലോക പുസ്തക തലസ്ഥാനമാക്കും. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വിൻ S. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. S സോമനാഥിന് ശേഷം ISROയുടെ ചെയർമാൻ ആകുന്നതാര്? D നാരായണൻ.
ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കവിതാ പങ്കിൽ ശ്രീരാമ മന്ത്രം എന്ന ആൽബത്തിലെ ഗണേശ് സുന്ദരം പാടിയ എങ്ങുപോയി രാമന്റെ സീത എന്ന ഗാനം ആലപിക്കുന്നത് രൂപശ്രീ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. പാടിടാം ഞങ്ങളാകാത അതുലങ്കയിലേക്കുള്ള പാത. പാടിടാം ഞങ്ങളാകാത അതുലങ്കയിലേക്കുള്ള പാത. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. കാനനവാകിയലഞ്ഞേൻ രാമൻ സീതയെ തേടി നടന്നേൻ. കാനനവാകിയലഞ്ഞേൻ രാമൻ സീതയെ തേടി നടന്നേൻ. താമരച്ചിലുള്ള ജാനകി വഴി പോകുന്നതാരും കണ്ടു. താമരച്ചിലുള്ള ജാനകി വഴി പോകുന്നതാരും കണ്ടു. സങ്കടം കൊണ്ടു പിടഞ്ഞേ നീല കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. സങ്കടം കൊണ്ടു പിടഞ്ഞേ നീല കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. കാടും കടലും കടന്ന് കൊണ്ടുപോയതറിഞ്ഞു കരഞ്ഞേൻ. കാടും കടലും കടന്ന് കൊണ്ടുപോയതറിഞ്ഞു കരഞ്ഞേൻ. ഉത്തമനാകിയ രാമന്റെ മാനസമുത്തിരി നീറി തളർന്നേൻ. ഉത്തമനാകിയ രാമന്റെ മാനസമുത്തിരി നീറി തളർന്നേൻ. ലങ്കയിലേക്കു നടന്നേ രാമഭക്തിയിൽ ഞങ്ങളലിഞ്ഞേ. ലങ്കയിലേക്കു നടന്നേ രാമഭക്തിയിൽ ഞങ്ങളലിഞ്ഞേ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. പാരിടാം ഞങ്ങളാകാത അതുലങ്കയിലേക്കുള്ള പാത. പാരിടാം ഞങ്ങളാകാത അതുലങ്കയിലേക്കുള്ള പാത. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. എങ്ങുപോയി രാമന്റെ സീത അവൾ ഭൂമിയിൽ വന്നൊരു നാദ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.